AWS Summit 2025 റിവ്യൂ. അതിൽ തുടങ്ങിക്കോ. ആദ്യം അനിൽ ആന്റണി. അവിടുത്തെ ലൈറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? ക്യാമറമാൻ അല്ലേ, ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ പറ. വളരെ നല്ല ലൈറ്റിംഗ് ആയിരുന്നു. അവിടുത്തെ സ്റ്റാളിന്റെ സെറ്റപ്പ് പറ, എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ വലിയ സ്റ്റോളുകൾ. സ്റ്റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നമ്മള് പടം ഇതുവരെ എല്ലാ എക്സ്പോയിലും വെറുതെ കുറെ സ്റ്റോൾ കയറാം. പക്ഷെ ഇവിടെ അധികം പൈസ വെറുതെ സ്റ്റോളല്ല, പൊതുവെ ഒരു പരിപാടിയിൽ വെറുതെ ഒരു സ്റ്റോൾ ഇടാറില്ല. അല്ല, സൈഡിൽ കൂടെ ആ പൊസിഷനിങ് കറക്റ്റ് അല്ലല്ലോ. സിൽവർ പാർട്ടേഴ്സിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ, ഈ പ്ലാറ്റിനം നടുവിൽ ഇങ്ങനെ, ഗോൾഡിന്റെ പക്ക പ്രീമിയം ലെവൽ സാധനം കൊടുത്തിട്ടില്ലേ? കൊടുത്തണല്ലേ? ഇത് കണ്ടില്ല. പിന്നെ ആ ലൈറ്റിങ്ങിനെ പറ്റി എന്താ പറയാ? ലൈറ്റ് വളരെ മൊത്തം ഹോളിന് വരെ ഒരു ബ്ലൂ ലൈറ്റ് ഇട്ട് ഫില്ല് ചെയ്തിട്ട് അവിടെ ഭയങ്കര, എന്നിട്ട് വളരെ ചെറിയ ചെറിയ പ്രാക്ടിക്കൽ ലൈറ്റ്സ്, ലാമ്പുകൾ, ലാൻഡേൺ ഇങ്ങനെ പൊങ്ങിയതാണ് രീതിയിലെ ലാൻഡേൺസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മൊത്തത്തിൽ ആ ഒരു ഹോളിലേക്ക് കയറുമ്പോഴേക്കും തന്നെ നമുക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് ഫീല് വരത്തക്ക രീതിയിൽ ഒരു സെറ്റപ്പ് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു പ്രൊഡക്ഷൻ വൈസ് നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇതിന്റെ മൊത്തം എടുത്തേക്കുന്ന സ്പേസ് നല്ല വലിയൊരു സ്പേസ് ആണ്. അപ്പോൾ അവിടെ വളരെ നോർമൽ രീതിയിലുള്ള ഏറെക്കുറെ ഫോം ബോർഡിലൊക്കെ ചെയ്തേക്കുന്ന രീതിയിലെ സെറ്റപ്പ് ആണെങ്കിലും വളരെ സ്പേഷ്യസ് ആയിട്ട് ഇത് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെ ഒരു ലെവല്. പിന്നെ ഫുഡ് എന്നെ സംബന്ധിച്ച് വളരെ ഗംഭീരമായ സത്യം പറയുകയാണെങ്കിൽ കാണാൻ മാത്രം കൊള്ളാം, കഴിക്കാൻ കൊള്ളൂല. അപരാധം പറയുന്ന ഫ്രീ ഫുഡ് ആണെങ്കിലും അതുകൊണ്ട് നമ്മുടെ ടിക്കാച്ച് ബോക്സിൽ നമ്മൾ സത്യം മാത്രമേ പറയൂ. അതെ, അങ്ങനെ സത്യം ഒന്നും പറയുന്നത്. വളരെ നല്ല ഫുഡാണ്, നല്ല റൊട്ടി ഉണ്ടായിരുന്നു, നല്ല ബട്ടർ ചിക്കൻ. അതിലെല്ലാം കാണാൻ ഇഷ്ടപ്പെട്ടു. ബട്ടർ ചിക്കൻ്റെ നല്ല ബിരിയാണി ഉണ്ട്. പിന്നെ ലൈവ് സ്ട്രീമിങ്ങിന്റെ ഇതൊക്കെ കണ്ടോ? വലിയ ആള് ഫുള്ള് വൃത്തിക്ക്. ഏറ്റവും ഈ പരിപാടി ഏറ്റവും ഗംഭീരമാകുന്ന പറയുന്നത് ഹോളുകളെല്ലാം സൈലന്റ് ഹോൾസ്. നമ്മുടെ പരിപാടി നടന്ന ഹോൾസ് എല്ലാം ഹെഡ്ഫോൺ സബ്മിറ്റ് നമ്മളൊരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനകത്തുണ്ട്. അതെ, അപ്പൊ അതായത് സ്പീക്കേഴ്സ് ഒന്നുമില്ല. ഐ മീൻ സ്പീക്കിംഗ് സെഷൻസിൽ അവിടെ അതിന് പകരം എല്ലാവരും ഹെഡ്ഫോൺ വെച്ചിട്ടാണ് കേൾക്കണം. മറ്റേ ചാർജിങ് സ്റ്റേഷൻസ് അത് അടിപൊളിയായിരുന്നു. എല്ലാം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഗംഭീരമായ ഒരു ഇവന്റ് എങ്ങനെ നടത്തണമെന്ന് നമ്മൾ ടോയ്ലറ്റ് സെറ്റപ്പും ഭയങ്കര ഗംഭീരമായിട്ട് നമ്മള് വളരെ മിസ് ചെയ്യാൻ. പിന്നെ ഓരോ കൈകളിലും വാട്ടർ ബോട്ടിൽസ് ഉണ്ടാവും. അപ്പൊ ശരി, ബൈ.